നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ 31-ാം തീയതി വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വൈകുകയും വിനോദയാത്രകൾ നടത്തുകയും കർഷകർക്ക് നല്ല സമയമാണ്. സ്ത്രീകൾ നിമിത്തം മാനഹാനി ഉണ്ടാകുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നല്ല സമയവുമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകുകയും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുകയും കുടുംബസൗഖ്യം കുറയുകയും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുകയും പരുക്കുകൾ വന്നു ഭവിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ജോലിയിൽ ആത്മാർത്ഥതയുണ്ടാകുകയും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടിയെടുക്കുകയും എല്ലാ കാര്യത്തിലും പുരോഗതി ദൃശ്യമാകുകയും സർക്കാർ ജോലിയിൽ കയറുകയും ശത്രുക്കളെ വരുതിയിൽ നിർത്തുവാൻ സാധിക്കുകയും വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ അലട്ടുകയും വിവാഹാലോചനകൾ തുടങ്ങും. ചെറുകിട കച്ചവടക്കാർക്ക് മെച്ചമുണ്ടാകുകയും ജോലിയിൽ ഭാരം വർദ്ധിക്കുകയും പകർച്ചവ്യാധി പിടിപെടുകയും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വിഷമിക്കുകയും ഭൂമിയിൽ നിന്നും വരുമാനം കുറയുകയും കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുകയും സന്താന സൗഖ്യം അനുഭവിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുകയും വരവിനേക്കാൾ ചിലവ് അധികരിക്കുകയും വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളിൽ കടക്കുകയും കച്ചവടത്തിൽ നിന്നുള്ള ലാഭം കുറയുകയും തസ്കരശല്യത്തിനും സാധ്യതയുണ്ടാകുകയും ആരോഗ്യം ശ്രദ്ധിക്കുക. യന്ത്രങ്ങളിൽ നിന്നും പരുക്കുകൾ പറ്റുവാൻ സാധ്യതയേറുകയും മകൻ്റെ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടാകുകയും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ചികിത്സ തേടുകയും വിദേശത്ത് ജോലിക്ക് സാധ്യതയുണ്ടാകുകയും സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം നേരിടുകയും സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധ്യതയേറുകയും വീട് ഭാഗം വെച്ച സ്വത്ത് അധീനതയിൽ വന്നു ചേരുകയും മേലധികാരികളുടെ സഹായത്താൽ ലോണുകൾ പാസായി കിട്ടുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ചിട്ട പുലർത്തുവാൻ തുടങ്ങുകയും സ്വന്തക്കാരെ കൊണ്ട് ഗുണഫലം കുറയുകയും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പഠനം തുടങ്ങുവാൻ തീരുമാനിക്കുകയും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭമുണ്ടാകുകയും പരിഹാരമായി ശിവന് ജലധാര നടത്തുന്നത് ഉത്തമമാകുന്നു.